ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ വർഷം ഒരു പ്രാവശ്യം കൂടെ ലെൻഡായിട്ട് നമുക്ക് ആഘോഷിക്കാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നു. അതിന് ദൈവത്തെ നമുക്ക് ആദ്യം സ്തോത്രം ചെയ്യാം. ഈ അവസരത്തിൽ എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളോട് ഒത്ത് അല്പനേരം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി അവസരം തന്ന അച്ഛനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മളുടെ അറിവനുസരിച്ചാണെങ്കിൽ ഇതാണ് നമ്മളുടെ വീടുകളിൽ വെച്ചുള്ള അവസാനത്തെ പ്രാർത്ഥന. അത് ഇവിടെ കൂടുവാനും അത് നമ്മുടെ കോണിയലിൻ്റെ ഏരിയ പ്രെയർ ഗ്രൂപ്പായിട്ട് കൂടുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുവേണ്ടി ഈ ഭവനം ഒരുക്കിയ ജോയ്സിനും ഭവനത്തിനും ഉള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമുക്ക് അവിടെ ഈ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ലെൻഡ് ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥന. നമ്മൾ ഏത് ലെൻഡാണേലും ശരി, അതിനകത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന, ഉപവാസം, മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയുള്ള ഉപവാസം, പ്രാർത്ഥന, ഈ 3 കാര്യങ്ങളെ, അതായത് പ്രെയർ, ഫാസ്റ്റിംഗ് ആൻഡ് ആംസ് ഗിവിങ്, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മളുടെ എല്ലാ ലെൻറ്റിൻ്റെയും മുഖ്യമായിട്ടുള്ള ആധാരമായിട്ടുള്ള ഭാഗങ്ങൾ. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അന്നേരം ഇന്ന് അതിൻ്റെ ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിക്കും. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ലാതെ തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രധാനമായിട്ട് 24-25 വാക്കുകളാണ്. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാനിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ വീണ്ടെടുക്കും. അന്നേരം ഇവിടെ നമ്മൾ പറയുന്നത്, എന്താണ് നമ്മളെപ്പോഴും ലെൻറ്റിൻ്റെ സമയത്ത് പറയുന്ന ഉപവാസം, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചെങ്കിലും നിന്ന് നമ്മൾ മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഉപവസിക്കുക, അല്ലെങ്കിൽ ചിലത് ത്യജിക്കുക. അതാണ് നമ്മൾ പ്രധാനമായിട്ടും മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോഴും പലരും പറയുന്നത്, ഞാൻ ഉപവസിക്കുന്നു, ഞാനല്ലെങ്കിൽ ഇന്ന ഭക്ഷണ കാര്യങ്ങൾ വെറുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് മാത്രമാണോ നമ്മളെ ഉപേക്ഷിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്? അത് നമ്മളെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ അത് ആ ഒരു ലെൻഡ് സീസൺ 40 days അല്ലെങ്കിൽ 50 days ആ ദിവസത്തേക്ക് മാത്രമാണോ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഉപവാസം അല്ലെങ്കിൽ ലെൻഡ് സീസൺ എന്ന് പറഞ്ഞാൽ മാത്രം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെടുക്കും? വീണ്ടും നമ്മൾ തിരിച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ ആദ്യത്തെ ജാനുവരി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് അതേ സെയിം രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഇച്ചൂടെ ലാഘവത്തോടെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യും. അതാണ് ഉപവാസം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉപവാസം എന്നോ അല്ലെങ്കിൽ ഗിവിങ് അപ്പ്, എന്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഗിവിങ് അപ്പ് എന്നുള്ള ഒരു ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണ് ത്യജിക്കാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താൻ നമ്മൾ ഇലൻ്റെ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്നത്? നമ്മൾ പലരും പല രീതിയിലാണ് ഗിവ് അപ്പ് ചെയ്യുന്നത്. സോ മെനി തിങ്സ് വി ഗിവ് അപ്പ്. Jacob, I'm not sure whether you can follow me, but I'll summarize it later, okay? നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്. ചിലപ്പോൾ ചിലർ ഭക്ഷണ രീതി ആയിരിക്കും, ചിലർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ ബാഡ് ഹാബിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തെ അവർ, പക്ഷേ പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയാം, ഐ ഗിവ് അപ്പ് ഓൺ ലൈക്ക് ഇൻ്റർനെറ്റ് ടൈം, ഓൺലൈൻ ടൈം, ഐ ഗിവ് അപ്പ് ഓൺ സംതിങ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ ഗിവിങ് അപ്പ്. നമ്മളിവിടെ പറയുന്നത്, ഇവിടെ നമ്മളെന്താണ് നമ്മളെ ത്യജിക്കുന്നത് ഈ ലെൻഡ് ടൈമിൽ? നമുക്കതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. ഒന്നാമത്, നമ്മളുടെ നിയന്ത്രണം, നമ്മളുടെ ഗിവിങ് അപ്പ് കൺട്രോൾ, നമ്മുടെ നിയന്ത്രണം ആരെ ഏൽപ്പിക്കുന്നു? ഹൂ ഈസ് ഇൻ കൺട്രോൾ? ആരാണ്? നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ നിയന്ത്രണം ആരാണ് നിയന്ത്രിക്കുന്നത്? ഓരോ വീട്ടിലും ഓരോ രീതിയിലാണ്. ചില വീടുകളിൽ ഹസ്ബൻഡ് ആയിരിക്കും അവിടുത്തെ നായകൻ, ചില വീടുകളിൽ വൈഫായിരിക്കാം, ചില വീടുകളിൽ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഓരോ രീതിയിൽ ഓരോരുത്താണ്, ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെ കൺട്രോൾ.
അന്നേരം ചിലർ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടു പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആകെപ്പാടെ ഓവർ റിയാക്ട് ചെയ്യും. ദേ കനോട്ട് ബെയർ ഇറ്റ്. അവർക്ക് കൺട്രോൾ വേണം, പിടിച്ചു വെക്കണം. ആ കൺട്രോൾ അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടെന്നുള്ള രീതിയാണ്. കുട്ടികളെ സംബന്ധിച്ചോളം കുട്ടികൾക്ക് അവർക്ക് കൺട്രോൾ വേണം. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അന്നേരം നമ്മൾ ഈ ലഞ്ച് സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗിവിങ് അപ്പ് കൺട്രോൾ, ഹൂ ഈസ് ഇൻ കൺട്രോൾ. അന്നേരം നമുക്ക് അതിനു വേണ്ടി ആസ്പദമായിട്ട് നമുക്ക് നമ്മുടെ പഴയ ഏറ്റവും ആദ്യം തൊട്ടുള്ള കഥ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം തൊട്ട് നമുക്ക് അതിൻ്റെ കൺട്രോളിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇവിടെ നമ്മൾ ഇന്ന് തൊട്ടല്ല, കൺട്രോൾ തുടങ്ങിയേക്കുന്ന എപ്പം തൊട്ടാണ്? മനുഷ്യരാശിയുടെ ജന്മം തൊട്ട് തന്നെ കൺട്രോളിനെ കുറിച്ചുള്ള ഒരു ചലഞ്ച് അവിടെ തൊട്ട് തുടങ്ങിയതാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണ് ആദാമിൻ്റെയും ഹവ്വയുടെയും കാര്യം. ദൈവം അവരെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി, അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു, എല്ലാം നൽകി. അവരോട് പറഞ്ഞ ഒരു ഒറ്റ കണ്ടീഷനുള്ളൂ, ഒരു റെസ്ട്രിക്ഷൻ മാത്രം: തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഫുൾ കൺട്രോളാണ്, എല്ലാം, എവറിത്തിങ് യു ക്യാൻ ടേക്ക് ഇറ്റ്, ഓൺലി വൺ റെസ്ട്രിക്ഷൻ. അന്നേരം ആ കൺട്രോളിനെ അവരെത്രമാത്രം അത് ഉപയോഗിച്ചു. അവർക്ക് ആ ഒരു ചെറിയൊരു കാര്യം പോലും മാത്രം അവർക്കത് കൺട്രോൾ ചെയ്യാനൊത്തില്ല. അവർ വിചാരിച്ചത് ദൈവത്തിന് ഇതിനേതോ സൂപ്പർ നാച്ചുറൽ ശക്തിയുണ്ട്, ഇത് കഴിച്ചാൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ട്. അന്നേരം അതിന് സാത്താൻ അവരെ പരീക്ഷിക്കുകയാണ്. സാത്താൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അന്നേരം അവരുടെ മനസ്സിലൊരു ചിന്ത, ഹവ്വയുടെ മനസ്സിലൊരു ചിന്തയാണ്, നമ്മൾ ഇച്ചിരി പവർ കുറവുള്ളവരാണ്, അന്നേരം നമ്മളിത് കഴിച്ചാൽ നമുക്ക് കൂടുതൽ കൺട്രോൾ കിട്ടും. കൺട്രോൾ കിട്ടാൻ വേണ്ടിയാണ് അവിടെ ഹവ്വ എന്ത് ചെയ്തത്? ഇത് ഫലം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അന്നേരം അതിന് ഫലമായിട്ട് അവിടെ എന്തോ സംഭവിച്ചത്? ഹവ്വ ആ ഫലം കഴിക്കുകയും അത് ആദാമിന് കൊടുക്കുകയും അവിടെ തൊട്ട് തന്നെ അവർ വിചാരിച്ചതുപോലെ അല്ല സംഭവിച്ചത്. അവർ കൺട്രോൾ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അപ്പം തന്നെ അവരുടെ കൺട്രോൾ ലൂസ് ചെയ്തു. അന്ന് തൊട്ട് തന്നെ കൺട്രോൾ ലൂസ് ചെയ്തു. അന്നേരം ഗിവിങ് അപ്പ് കൺട്രോൾ, അത് ആർക്കാണ് നമ്മൾ കൺട്രോൾ കൊടുക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ ആരാണ്? നമ്മളുടെ നിയന്ത്രണം നമ്മൾ ഈ ലഞ്ച് സമയത്ത് നമ്മൾ ആരെ ഏൽപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ തന്നെ തുടരാനാണോ, അതോ നമ്മളുടെ കൺട്രോൾ ആരെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്? നമ്മൾ കൺട്രോൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനകരമായിരിക്കും. ഒരു ചെറിയൊരു കഥയും കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട്, നമ്മളെല്ലാവരും സർക്കസുകൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടിട്ടുള്ളവരായിരിക്കും. അന്നേരം സർക്കസിലെ ഏറ്റവും ലാസ്റ്റ് ഒരു ഐറ്റമാണ്, ഏറ്റവും നല്ലതും എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഐറ്റമാണ് ഏറ്റവും ലാസ്റ്റ് നടത്തുന്നത്. എന്തുവാണ്? ട്രപ്പീസ്, ഊഞ്ഞാലാട്ടം. അതാണ് അതിനകത്തിലെ ഏറ്റവും നല്ല രസകരമായിട്ടുള്ള ആട്ടം. അതിനകത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് ക്യാച്ച് ചെയ്യുന്നവർ, പിടിക്കുന്ന ആൾക്കാരും, മറ്റൊരാൾ സ്വിങ് ചെയ്യുന്ന ആടുന്ന ആൾക്കാരും, കളിക്കാരനും പിടിക്കുന്ന ആൾക്കാരും. അന്നേരം അതിനകത്തിലെ വളരെ പ്രത്യേകമായിട്ട് അത് രണ്ടും നല്ല കോർഡിനേഷനോടുകൂടി കളിച്ചാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ, വിജയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അപകടം സുനിശ്ചിതമാണ്. അന്നേരം ക്യാച്ചറിൻ്റെ ജോലി ഒന്നാണ്, സ്വിങ്ങറിൻ്റെ ജോലിയാണ്. അതായത് കളിക്കുന്ന ആളുടെ ഒരു ജോലിയും പിടിക്കുന്ന ആളുടെ വേറൊരു ജോലി. അന്നേരം അതിനകത്ത് അവർ തമ്മിലുള്ള വെൽ കോർഡിനേഷൻ വേണം. അവിടെ നമുക്ക് അന്നേരം ക്യാച്ചറിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വിങ്ങർ കളിക്കുന്ന ആൾ സ്വിങ് ചെയ്ത് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ പിടിക്കുക എന്നുള്ളത്. അന്നേരം ഈ കളിക്കുന്ന ആളുടെ ജോലി സ്വിങ് ചെയ്ത് അവൻ്റെ കൈ ഉയർത്തി ഇങ്ങനെ വെക്കുക. അത് അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട. കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ആഞ്ഞു വരിക. അന്നേരം ക്യാച്ചർ നീണ്ട കൈയെ പിടിച്ചോളൂ. അതേ സമയത്ത് സ്വിങ്ങർ വിചാരിക്കുകയാണ്, ഓക്കെ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇവൻ എന്നെ പിടിക്കുന്നവരെ ഞാൻ അവനെ ഒന്ന് പിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പിടിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയും അവന് ക്യാച്ച് ചെയ്യാൻ ഒക്കാതെ വരികയും അവന് താഴെ വീഴുകയും ചെയ്യും. അതൊരു വലിയ പതനമായിത്തീരും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസ്തയോടെ നമ്മുടെ ക്യാച്ചറായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ കരങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുക. ഏത് ആപത്തിലും അപകടത്തിലും നമ്മളെ ബലമായിട്ട് പിടിക്കുവാൻ ശക്തിയുള്ളവനാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ ഉദ്ദേശം, നമ്മളുടെ ഇതേ ഉള്ളൂ, നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ജോലി, അതായത്
കളിക്കുക എന്നുള്ള ആ ജോലി മാത്രം നമ്മൾ ചെയ്യുക, നമ്മളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് നമ്മളുടെ മുൻപിൽ ആ ക്യാച്ചർ ഉണ്ടെന്നുള്ള ആ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ട്രസ്റ്റ് ബിറ്റ്വീൻ ദ ക്യാച്ചർ ആൻഡ് ദ പ്ലെയർ അതുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അന്നേരം നമുക്ക് നമ്മളുടെ കൺട്രോള് നമ്മൾ ഏറ്റെടുക്കാതെ അത് ദൈവത്തിലേക്ക് പരമേൽപ്പിക്കുക. അതാണ് ഞാൻ ഒന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഗിവിങ് അപ്പ് കൺട്രോൾ. രണ്ടാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗിവിങ് അപ്പ് ടെംപ്റ്റേഷൻ, പരീക്ഷണങ്ങൾ നമ്മൾ എങ്ങനെ നേരിടും, പരീക്ഷണങ്ങളെ നമ്മൾ എങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 3, 6, 8, 9 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമ്മളുടെ ക്രിസ്തുവിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നത്. ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ നമുക്കത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 3, 6, 8, 9. അപ്പോൾ പരീക്ഷകൾ അടുത്തു വന്ന നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാചവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴത്തേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ്റെ കാൽ തെല്ലോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാചവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്നവനോട് പറഞ്ഞു. യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാചവനെ വിട്ടുപോയി ദൂതന്മാരടുത്ത് വന്നവനെ ശുശ്രൂഷിച്ചു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. യേശു ക്രിസ്തുവിന് പോലും യേശു ക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പിശാച് പരീക്ഷിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. അന്നേരം പിശാച് 3 രീതിയിലാണ് യേശുവിനെ പരീക്ഷിക്കുന്നത്. ഒന്നാമത്തെ പരീക്ഷണം ആഹാരം. നമ്മുടെ എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും അത്യാവശ്യമുള്ള കാര്യം ഫുഡിൻ്റെ കാര്യം പറഞ്ഞാണ് പരീക്ഷിക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയുള്ളതായിട്ടുള്ള പ്രലോഭനങ്ങൾ, നമ്മളുടെ ജീവിതത്തിലെ ഏത് രീതിയിലുള്ള പ്രലോഭനങ്ങളാണ് നമ്മുടെ ചുറ്റും നമുക്കുണ്ടായ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രലോഭനങ്ങൾ എപ്പോഴും വരാറുണ്ട്. അതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? ഇത് നല്ലതാണ്, ഇത് ചില ഫുഡുകളുടെ കാര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ചില ശീലങ്ങൾ ഇത് നല്ലതാണെന്നുള്ള പ്രേരണകൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ വരും. ആ ടെംപ്റ്റേഷനെ, ആ പ്രേരണ ഏത് രീതിയിലാണ് നമ്മൾ നേരിടുന്നത്? ക്രിസ്തു അവിടെ ഫുഡ്, ഞാൻ പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വയലിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കും. നേരം ലോകപ്രകാരമുള്ള ആ ഫുഡിന് വേണ്ടിയുള്ള ഓടിപ്പോയി കഴിഞ്ഞാൽ, ആ ടെംപ്റ്റേഷന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പരാജയം ഉറപ്പാണ്. രണ്ടാമത്തെ ഇത് പറയുന്നത് നമ്മൾ അഹങ്കാരം അല്ലെ അഭിമാനം, നമ്മുടെ ഉയർന്ന ഭാവം. അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പരീക്ഷണം എന്താണ്? രണ്ടാമത്തെ പരീക്ഷണത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ദൈവം ഉയർന്നാണ്, നീ ദൈവത്തെ മഹത്വീകരിക്കുകയാണ്, പ്രൈസ് ചെയ്യുകയാണ്. ചില ആൾക്കാരൊക്കെ നമ്മളെ അങ്ങ് പൊക്കി പറയും. ഓക്കെ, നീ ഇത്രയും നല്ല ശക്തനാണ്, നീ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒക്കും, നിന്നെ കൊണ്ട് ഇത് ചെയ്യാനൊക്കും, അതുകൊണ്ട് നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇങ്ങനെ പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനെയൊക്കെ അവരൊക്കെ ബൂസ്റ്റ് ചെയ്ത് പറയാം, ഓക്കെ യു ക്യാൻ ഡു ദിസ് ട്രൈ ദിസ് ഔട്ട്. അങ്ങനെ നമ്മളെ ഒന്ന് പൊക്കി നമുക്ക് എന്തെല്ലാം ടെംപ്റ്റേഷനാണ് നമുക്ക് തരാമത്. അന്നേരം ആ ടെംപ്റ്റേഷൻ നമ്മൾ വീണുപോയി കഴിഞ്ഞാൽ അതിൻ്റെ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ കോൺസിക്വൻസ് എവറിബഡി നോസ്. അന്നേരം പ്രൈഡ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മളുടെ പൊസിഷനെ നമ്മൾ ഉയർത്തിയ രീതിയിലുള്ള പ്രൈഡിൽ വഴിയുള്ള ടെംപ്റ്റേഷൻ. മൂന്നാമത്തെ പൊസിഷൻ ഓർ കോംപ്രമൈസ്. മൂന്നാമത്തെ കാര്യം എന്തുവാണ് പറഞ്ഞിരിക്കുന്നത്? നീ ദൈവത്തിനാണെന്നറിയാം, നീ ഒരു കാര്യം ചെയ്താൽ, ഒരു സിമ്പിൾ തിങ് ചെയ്താൽ മതി, നീ ഒന്ന് നമസ്കരിച്ചാൽ മതി. അന്നേരം നമ്മളുടെ സ്ഥാനം അറിയാതെ, നമ്മളെ നിലയും വിലയും അറിയാതെ നമ്മൾ അതിനകത്ത് നിന്നൊന്ന് താഴ്ന്നു കൊടുക്കുക. നമ്മളുടെ റുട്ടീൻ കാര്യങ്ങളിൽ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് ചിലതിൽ നിന്ന് ഒരു ഡൈവേർഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ യു ഗോയിങ് ടു ഗെയിൻ സംതിങ് ബൈ ഡൂയിങ് സർട്ടൻ തിങ് വിച്ച് ഈസ് നോട്ട് ദി ഓർഡിനറി. ഔട്ട് ഓഫ് ദി ഓർഡിനറി ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തിൽ വലിയ നേട്ടം സംഭവിക്കാം. അന്നേരം ലോകപ്രകാരം ഈ 3 കാര്യങ്ങൾ നമ്മളെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെംപ്റ്റേഷനായിട്ട്. ഒന്ന് നമ്മളുടെ റെഗുലർ റുട്ടീൻ, രണ്ടാമത്തെ പ്രൈഡ്, മൂന്നാമത്തെ പൊസിഷൻ കോംപ്രമൈസ്. ഇതെല്ലാം കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ഈ ടെംപ്റ്റേഷനെ 3 ഈ സാത്താൻ പരീക്ഷണങ്ങളിൽ പരീക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ നിന്നൊക്കെയും കർത്താവ് യേശു ക്രിസ്തു അതിനകത്ത് നിന്നൊക്കെയും വിജയലാളിതനായിട്ട് തിരിച്ചു വരികയാണ്. അന്നേരം നമ്മളെ ഓരോ ജീവിതത്തിലും
ഈ ലെൻറ്റ് സീസൺ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ടെംപ്റ്റേഷനെയൊക്കെ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടാൻ സാധിക്കും. ഗിവിങ് അപ്പ് ഓൺ ടെംപ്റ്റേഷൻ, ഏത് ടെംപ്റ്റേഷൻ വന്നാലും നമുക്കതിനെ നേരിടാമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. മൂന്നാമതായിട്ട് ഗിവിങ് അപ്പ് എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകൾ. നമ്മളെല്ലാവരും അമേരിക്കയിൽ വന്നിട്ട് ഓരോരുത്തരും ഓരോ നമ്പർ ഓഫ് ഇയേഴ്സ് പറയാം. ചിലർ 30 ഇയേഴ്സ് ആയിരിക്കും, ചിലർ 40 ഇയേഴ്സ് ആയിരിക്കും, ചിലർ ഇവിടെ 50 ഇയേഴ്സ് പ്ലസ് കംപ്ലീറ്റ് ചെയ്തൊരു പലരും ഇവിടെ ഇരിപ്പുണ്ട്. അന്നേരം വന്നപ്പോഴൊക്കെ നമുക്ക് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വന്നുമ്പോൾ അതിനേക്കാട്ടുള്ള മെച്ചമായിട്ടുള്ള പല കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പലരുടെയും കാര്യങ്ങൾ അതൊക്കെ നേടിയിട്ടുണ്ട്. ചിലർക്കെല്ലാം കിട്ടിയിട്ടില്ലായിരിക്കാം, എങ്കിലും ബെറ്റർ ദാൻ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വരുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എത്രമാത്രമാണ്. വലിയ പ്രതീക്ഷയോട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരാശ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇവിടെ പറഞ്ഞേക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ അബ്രഹാമിനോട് തൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. അത് ഒന്ന് വായിക്കപ്പെട്ടെന്ന്. ഉൽപ്പത്തി പുസ്തകം 12-ന്റെ 1 മുതൽ 4 വരെ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്റെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞാണ്, നീ നിന്റെ പ്രതിഭാഗത്തെയും ചാർച്ചക്കാരെ എല്ലാവരെയും വിട്ട് അവിടുന്ന് പോകണം. അന്നേരം നമ്മൾ ഇപ്പോൾ ഉള്ള കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് പോകാനാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് പിന്നെ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത് എന്തുവാണ്? നിങ്ങൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരോട് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗം, നിങ്ങളുടെ വലയും വള്ളവും എല്ലാം വിട്ടേച്ച് എന്നെ അനുഗമിക്കാനാണെന്ന് പറയും. അന്നേരം അത് അങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ നല്ലൊരു ജോലിയോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞ് അത് കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഞാനിവിടെ നല്ല സുഖമായിട്ടിരിക്കുന്ന ഒരാളിനോട് എന്നെ ഒരു നമ്മളിപ്പോൾ അന്നേരം 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് തിരിച്ചു വയ്ക്കും. ഓക്കെ, അവിടെ പോയി എന്തോ കിട്ടും, അല്ലെങ്കിൽ എന്തുവാ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, അങ്ങനെ 100 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കത്തുള്ളൂ. നമ്മളിപ്പോൾ അഥവാ ഒരു ജോലി മാറുകയോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറുമ്പോഴൊക്കെ നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ ഒരു ലോങ് ലിസ്റ്റ് ഉണ്ട്. ഇത് ശരിയാണോ, ഇത് മാച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാറത്തുള്ളൂ. അല്ലാതെ നമ്മൾ എടുത്തിയാടിയൊന്നും തീരുമാനിക്കാറില്ല. പക്ഷേ ഇവിടെ പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് പോകാനാണെങ്കിൽ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എല്ലാം നമ്മുടെ പ്രതീക്ഷയും നമ്മൾ മാറ്റിവെച്ചാൽ, വലിയ പ്രതീക്ഷയോട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരാശയെ അനുഭവിക്കത്തുള്ളൂ. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഗിവിങ് അപ്പ് എക്സ്പെക്റ്റേഷൻ. ഇവിടെ ശിഷ്യന്മാർ അവർക്ക് നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ അവരുടെ ഫ്യൂച്ചറിലുള്ള എല്ലാ യാത്രയിലും അവർക്ക് എന്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്ന ഓരോരുത്തർക്കും അവരനുഭവിക്കേണ്ടതായിട്ടുള്ള അവരുടെ ഭാവിയിൽ അവരനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എത്രമാത്രം അവർ കഷ്ടപ്പാടിലും പ്രയാസങ്ങൾ കൂടി കടന്നു പോയെന്നു. അന്നേരം ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്നാൽ നമ്മളുടെ പ്രതീക്ഷകളൊക്കെയും ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ എൻ്റെ ഗോൾ തീർച്ചയായിട്ടും അത് നല്ലതായിരിക്കും. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്ക് പല ചലഞ്ചസുകളും നേരിടേണ്ടതായിട്ട്. അന്നേരം നമുക്ക് പ്രതീക്ഷകൾക്ക് അതിനെ ഗിവ് അപ്പ് ചെയ്യേണ്ടതായിട്ട്, ഗിവിങ് അപ്പ് എക്സ്പെക്റ്റേഷൻ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 4-മതായിട്ട് ഗിവിങ് അപ്പ് സുപ്പീരിയോറിറ്റി, മേധാവിത്വം അല്ലെങ്കിൽ ഉന്നത ഭാവം നമുക്ക് ഗിവ് അപ്പ് ചെയ്യുക. അതിന് ആസ്പദമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള ഭാഗത്ത് യേശുക്രിസ്തുവും ശമരിയക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം നമുക്കറിയാവുന്നതാണ്. അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തോ, യേശുക്രിസ്തു ഒരു ശമരിയക്കാരി സ്ത്രീയുടെ അരികിൽ പോയി വെള്ളത്തിന് വേണ്ടി ചോദിക്കുന്നു. ഒരു യഹൂദ പ്രമാണം അനുസരിച്ച്, അവരുടെ ട്രഡീഷൻ അനുസരിച്ച് ഒരു യഹൂദ പുരുഷനും ഒരു ശമരിയ സ്ത്രീയും പരസ്യമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് സംസാരിക്കുക, അവർ തമ്മിൽ അങ്ങനെയുള്ള ആ ഇൻറ്ററാക്ഷന് നിരോധിതമാണ്. അത് ആർക്കും അത് ചെയ്യാൻ പറ്റാത്തതാണ്. ഇവിടെ യേശുക്രിസ്തു അങ്ങനെയുള്ള ആ ഒരു കീഴ്വഴക്കങ്ങളെയോ അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി, നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്ന പാരമ്പര്യത്തിൽ ഇന്ന കുടുംബത്തിൽ ജനിച്ചാണ്, അതുകൊണ്ട് നമ്മൾ മറ്റവരെക്കാട്ടി ശ്രേഷ്ഠരാണ്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ചിന്താഗതിയുണ്ട്. ഓക്കെ, നമ്മുടെ പള്ളിയിൽ തന്നെ പലരുമുണ്ട്, പല സ്ഥലങ്ങളിലും പല ബെഞ്ചുകളിലും ഇരിക്കുന്ന ഓരോരുത്തർക്ക് പ്രയോറിറ്റീസ് ഉണ്ട്.
അതുപോലെയാണ് ഓരോരുത്തരുടെയും യുദ്ധം. നമ്മളെ ജനിച്ചതിൻ്റെ മഹത്വം, അല്ലെങ്കിൽ നമ്മളുടെ ഉന്നതഭാവം, നമ്മളെ ആ ചില കാര്യങ്ങളൊക്കെ അത് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ റെസ്ട്രിക്ഷൻസ് വേണം. കുട്ടികൾ തന്നെയാണെങ്കിൽ ചില കുട്ടികളാണെങ്കിൽ അവരുടെ ചില ഫ്രണ്ട്സിനോട് മാത്രമേ അവർ ഇൻട്രാക്ട് ചെയ്യത്തുള്ളൂ, എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്തു. കാരണം അവരുടെ ഫ്രണ്ട് സർക്കിളിൽ അവർ തന്നെ നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സുപ്പീരിയോറിറ്റി, അവർ തന്നെ ഒരു സ്റ്റാൻഡേർഡ്സ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് തമ്മിൽ അവർ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ യേശു ക്രിസ്തു ആ സ്റ്റാൻഡേർഡിനെയും അതിനെയെല്ലാം ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഒരു ശമരിയക്കാരി സ്ത്രീയോട് ഇൻട്രാക്ട് ചെയ്യാനാണ്. അന്നേരം നമ്മളുടെ ഈ ലെൻറ്റ് സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ലെൻറ്റ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മളുടെ ഒരു സുപ്പീരിയോറിറ്റി നമ്മൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ അവരോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാനൊക്കും. രണ്ട് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോടുള്ള ഇൻട്രാക്ഷനും അത് തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും. അതുകൊണ്ട് നമ്മളുടെ സുപ്പീരിയോറിറ്റി ഗിവ് അപ്പ് ചെയ്യാനാണ് ഈ ലെൻറ്റ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്, ഗിവിങ് അപ്പ് സുപ്പീരിയോറിറ്റി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗിവിങ് അപ്പ് ലൈഫ്, ജീവിതത്തെ ഉപേക്ഷിക്കുക. ഇവിടെ അച്ഛൻ വായിച്ചുള്ള മർത്തായുടെയും മറിയയുടെയും ലാസറിൻ്റെയും സുവിശേഷം ഏവൻഗേലിയനായിട്ട് വായിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. യോഹന്നാൻ സുവിശേഷം 15:25-26 കാര്യങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മരണവും നേരം ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മരണം പുനരുത്ഥാനം ഉണ്ടാകും എന്നുള്ള ആ ഭാഗത്തവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിന് അറിയാം തൻ്റെ ജീവിതത്തിൽ തനിക്ക് തൻ്റെ അൾട്ടിമേറ്റ് സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അന്നേരം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ലെൻറ്റിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ഇതെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മരണവും അത് കഴിഞ്ഞിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ജീവിതത്തിൻ്റെ ഏറ്റവും സാക്രിഫൈസ്, ഗിവിങ് അപ്പ് ലൈഫ്, അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവനെ കളയണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജീവനെ കളഞ്ഞാൽ മാത്രമേ ജീവനെ നിലനിർത്താൻ ഒക്കൂ എന്നുള്ളതാണ് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ലെൻറ്റ് നമ്മളെ ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മൂലം നമുക്ക് നിത്യരക്ഷ കിട്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം നമ്മളുടെ ജീവിതത്തെ നശിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കുവാനുള്ള നമുക്ക് അതിൻ്റെ ചാൻസ് വരുത്തുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ടാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അന്നേരം മരണമില്ല എങ്കിൽ ഉയർപ്പില്ല. മരിച്ചതുകൊണ്ട് മാത്രമാണ് ഉയർപ്പ് സംഭവിച്ചത്. അന്നേരം യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട് മാത്രമാണ് ഉയർപ്പ് സംഭവിച്ചത്. അന്നേരം നമ്മളെ എല്ലാ പുനരുത്ഥാനത്തിനും ജീവനും രക്ഷയ്ക്കും വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തു മരിച്ചെന്നുള്ളതാണ് ഇവിടെ ഗിവിങ് അപ്പ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു ചെറിയൊരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട് ഇതിനെ അവസാനിപ്പിക്കാം. അത് ഈയിടയ്ക്ക് ഞാൻ കണ്ട ഒരു മൂവിയുടെയാണ്. നിങ്ങൾ എത്ര പേര് അത് വാച്ച് ചെയ്ത് കാണുമായിരിക്കും അറിയത്തില്ല. ആ മൂവിയുടെ പേര് ജയിലർ എന്നാണ്. അത് എന്താണ് ഞാനിപ്പം മൂവിയുടെ കാര്യം പറയുന്നത് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ ഇതും നമ്മുടെ ഇന്നത്തെ കോണ്ടക്സ്റ്റുമായിട്ട് വളരെ സാമ്യമുള്ളതുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. ആ മൂവിയുടെ പേര് ജയിലർ എന്നാണ്. ഒരു മലയാളം മൂവിയായിരുന്നു. ഈയിടയ്ക്ക് ഞാൻ വാച്ച് ചെയ്തതാണ്. അന്നേരം അതിനകത്തിൽ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ജയിലറും ആ ജയിലറിൻ്റെ കുറ്റവാളികൾ 5 കുറ്റവാളികളാണ് ആ മൂവിയുടെ ഇത്. അന്നേരം ആ ജയിലർ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗവൺമെൻറ്റുമായിട്ട് ഒരു തീരുമാനമുണ്ടാക്കി. അദ്ദേഹം ഒരു പരീക്ഷണത്തിന് തയ്യാറാകുന്നു. അദ്ദേഹം ആ ജയിലിലുള്ള 5 ക്രൂരകൃത്യം ചെയ്ത, അതായത് കൊലക്കുറ്റം ചെയ്ത 5 കുറ്റവാളികളെ അദ്ദേഹം ചൂസ് ചെയ്യുന്നു. അദ്ദേഹം ചൂസ് ചെയ്തിട്ട് അവരെ ഫ്രീ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓൺ റിസ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് കേരള സർക്കാർ, മലയാളം മൂവിയാണ്, അതുകൊണ്ട് കേരള സർക്കാരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓൺ റിസ്കിൽ ഈ 5 പേരെ അദ്ദേഹം ജയിലിൽ നിന്ന് ഫ്രീ ആക്കുന്നു. ഗവൺമെൻറ് അതിനുള്ള തീരുമാനം കൊടുക്കുന്നു. അന്നേരം അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ 5 പേരും ഈ ശിക്ഷ തീരുന്നതിന് മുമ്പേ എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടാൽ, ഇദ്ദേഹത്തിൻ്റെ ഇതിൽ രക്ഷപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് 5 പേരെയും കൊണ്ട്. അന്നേരം അദ്ദേഹം ചെയ്യേണ്ട സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തുകളും കണ്ടുകിട്ടും. അതുകൂടാതെ ജീവിതകാലം മുഴുവൻ ഇദ്ദേഹത്തെ തുറങ്കലിൽ അടയ്ക്കും. ഈ ജയിലറെ തുറങ്കലിലടയ്ക്കും. അന്നേരം ജയിലറിന് ഇവർക്ക് കിട്ടേണ്ട ശിക്ഷയെല്ലാം ഈ ജയിലർ അനുഭവിക്കണം. ഈ 5 പേരുടെയും സെയിം ശിക്ഷ. അന്നേരം അതനുസരിച്ച് അദ്ദേഹം ആ ഒരു ഉടമ്പടി
ചെയ്തു. അദ്ദേഹം ഈ 5 പേരെയും കൊണ്ട് ഒരു റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി അവിടെ പോയി അവരെ ഫ്രീ ആക്കുകയാണ്. ഫ്രീ ആക്കി വിട്ടിട്ട്, ഞാൻ പെട്ടെന്ന് പറയാം, അന്നേരം ഫ്രീ ആക്കി വിട്ടിട്ട് അന്നേരം അദ്ദേഹത്തിൻ്റെ ഓൺ റിസ്കിൽ അദ്ദേഹത്തെ ഇവരെല്ലാം 5 പേരെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. അവരെ ഒരു ജീവിതത്തിലേക്ക് ഉദ്ധരിപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവരെ കൃഷിക്കാരാക്കുന്നു, അവർ അധ്വാനിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. അവർ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു ചിലർ, പക്ഷേ തിരിച്ച് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് അവർ തിരിച്ച് വീണ്ടും വരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇവരെ കൃഷിയെല്ലാം ചെയ്യാൻ പഠിപ്പിച്ച് ഇവരുടെ കൃഷി ഫലങ്ങളെല്ലാം ഇഷ്ടംപോലെ ഉണ്ടായി. അന്നേരം അതെല്ലാം അവർ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അന്നേരം വിൽക്കുന്ന ഇവരെല്ലാം കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്. അന്നേരത്തെ അവിടുത്തെ പ്രമാണിമാർ ഇവരും തമ്മിൽ വഴക്കുണ്ടാകുന്നു. അവർ തമ്മിൽ ഇടയ്ക്ക് ആദ്യം വഴക്കുണ്ടാക്കിയപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രമാണിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അന്നേരം തിരിച്ചു വന്ന് ജയിലറോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങളെ ആരെത്ര ഉപദ്രവിച്ചാലും നിങ്ങൾ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല. തിരിച്ച് ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും ജയിലിൽ പോകേണ്ടി വരും. നിങ്ങൾക്കൊരു കേസ് വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പരോൾ വിടുക, വീണ്ടും ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഇതാണ്, നിങ്ങൾക്ക് എത്ര അടി കിട്ടിയാലും നിങ്ങളൊന്നും തിരിച്ചടിക്കരുത്, നിങ്ങൾ തിരിച്ചു വരണം. അങ്ങനെ ഒരു ദിവസം വീണ്ടും അവരെ മാർക്കറ്റിലേക്ക് വിട്ടപ്പോൾ അവരെ ഈ പ്രമാണി ഇഷ്ടം പോലെ ഉപദ്രവിച്ചിട്ട് അവരെ തിരിച്ച് വിട്ടു. അവർ വളരെ ആവശ്യമായിട്ട് തിരിച്ച് ജയിലറിൻ്റെ അരികിൽ വന്നിട്ട്, കാരണം എന്താണ്, ഈ പ്രമാണിക്ക് അവരുടെ രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ഒക്കുന്നില്ല ഇവർ ചെയ്തതുകൊണ്ട്. അങ്ങനെ ലാസ്റ്റിൽ ഇങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അന്നേരം ഈ പ്രമാണി വന്നിട്ട് ഈ ജയിലറെ ഉപദ്രവിക്കുന്നു. ജയിലറിന് ഫൈനലി ആ ജയിലറെ അവർ കൊല്ലുകയാണ് ചെയ്യുന്നത്. ജയിലറെ കൊല്ലുന്നു. ജയിലറിനെ ആ പ്രമാണി അവരുടെ ആൾക്കാരുടെ വന്ന് കൊല്ലുന്നു. അന്നേരം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ജയിലറിൻ്റെ ജീവിതം നഷ്ടമായി. ജയിലർ ആ റിസ്ക് എടുത്ത് ജയിലറിൻ്റെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി ഈ 5 പേരെ അവരുടെ പുനർജീവൻ അവർക്ക് നൽകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം അത് പറയുന്നതിൻ്റെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് നമ്മളുടെ കോണ്ടക്സ്റ്റുമായിട്ട് വളരെ ഇതാണ്. അതുപോലെയാണ് ജയിലറിൻ പോലെയാണ് നമ്മുടെ ക്രിസ്തുവിൻ്റെ ജീവിതവും. നമുക്ക് വേണ്ടി നമ്മൾ കുറ്റവാളികളായിരിക്കത്തില്ല എങ്കിലും പാപികളായ നമ്മളെ ഓരോരുത്തരെയും രക്ഷിപ്പാൻ വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി നമുക്ക് വേണ്ടി മറുവിലയായി കൊടുത്തിരിക്കുന്നതിനാലാണ് അത് കാര്യം ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചത്. അന്നേരം ലെറ്റ് മീ സമ്മറൈസ് to Jacob and all the friends who are listening online. Maybe at a later point now, Achin is going to distribute this, so I just want to summarize it to those who are going to listen it later. God kept us safe to celebrate one more year of Lent season. During Lent season, we talk about 3 main things. One is prayer. Second is fasting, and third is almsgiving. Every year we practice Lent by giving up certain things. It could be food, some bad practice, some bad habit, or something else. For today's meditation, I choose the subject giving up for Lent. Are we going to take decision on giving up something for the duration of Lent? What is going to happen after Easter? Why can't we continue those practices even after Easter? Matthew chapter 16 verse 24 to 26 says, "If anyone would come after me, let him deny himself and take up the cross and follow me. For whoever would save the life will lose it, but whoever loses his life for my sake will find it." Here Jesus is asking his followers to keep all their belongings behind and follow him. First point I want to make is giving up control. Who is in control of our life? Husband, wife, father, mother, children, or friends? Who you are giving control to manage your life? In Old Testament, Eve tried to gain control of her life by disobeying God, thus losing her control instead of gaining it. You all watched the circus trapeze game. There are 2 parties involved in this game, the player and the catcher. The player is supposed to swing and stretch his arms out. The catcher is responsible for catching the player. If the player tries to catch the catcher thinking that he is in control, he is going to lose the grip and fall down. The Lent season reminds us to trust in the catcher, our Savior, and give full control to him on our daily swings. The second is giving up temptation. Matthew chapter 4 verse 1 to 11 describes the 3 temptations Jesus faced immediately after the 40 days of fasting. Satan tried to tempt Jesus, so it is very easy for him to tempt each one of us.
We are daily tempted by worldly pleasure like food, drinks, and other habits that we think are very cool. We all know that what would be the consequences if we don't control our temptation for earthly pleasures. The second one is the food. The second temptation is about keeping us so high, thinking that we have some power to do certain things that could end up in trouble. The third one is temptation is do some compromise. If you do certain things out of the norm, thinking that no one is going to notice, just for a moment's pleasure, doing something that is not right won't have the happy ending. The third thing I wanted to point out was giving up expectation. Matthew chapter 4 verse 18 to 22, Jesus is challenging his disciples. If they want to follow him, give up their livelihood, net, boat, giving up everything they had. There is no clarity of the future. Once they decide to follow Jesus, the road ahead may not be cozy. We cannot predict what the future is going to bring. The fourth point I wanted to make was giving up superiority. John chapter 4 verses 7 to 15 describes Jesus' encounter with the Samaritan woman. As per Jewish custom, talking to a Samaritan woman in public is not allowed. Jesus broke all those barriers. He didn't think since he is born in Jewish family doesn't mean that he is superior than anyone else. What we think, are we superior to someone around us? Giving up life. John chapter 11 verse 1 to 47 describes the story of Martha, Mary, and Lazarus. Here Jesus describes what he is going to face in the near future. Jesus died on the cross to save each one of us. Thus reminds us, if we try to save our life by giving undue importance to earthly needs, we are going to lose it. Once again, this Lent season reminds us to give up our control, temptation, expectation, superiority, and or life to gain that external life. May God bless us all with these words.